Good morning to all. Good morning, ma'am. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാ പഠിച്ചിരുന്നേ? Radiology and imaging. Okay, അത് കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയിരുന്നില്ലേ? Yes. കംപ്ലീറ്റ് ആയി. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഒരു എത്ര ക്വസ്റ്റ്യൻസ് എഴുതി നമ്മള്? 7. 7 എഴുതിയോ? അതെ. ഓക്കെ, അപ്പോ 7 ക്വസ്റ്റ്യൻസും എഴുതി അല്ലെ? ഓക്കെ, അതിന്റെ ആൻസേഴ്സും കിട്ടിയില്ലേ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതിയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ സ്വന്തമായിട്ട് അത് കണ്ടെത്തി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ തറവാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തിയിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ നോട്ട്സ് എടുത്തോ. Radiology department should be located on dash floor. Radiology department should be located on dash floor. Okay, next question ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ? അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്ററിലേക്ക് പോവാം. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഏതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് പറഞ്ഞത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ് ഫ്ലോർ. ഓക്കെ, then next question, expand AERB. Expand AERB. Then next question, radiology rooms are secluded. Radiology rooms are secluded that people cannot come dash meter of its outside wall. Nodi paraya, radiology rooms are secluded that people cannot come dash meter of its outside wall. Walls. Okay, then next question, install X-ray machine in the dash of the X-ray room. Install X-ray machine in the dash of the X-ray room. Okay, next question,
radiation protection is also known as dash. Radiation protection is also known as dash. Okay. Then next question. Dash is the protection of individual members of the public and of the population in general. Dash is the protection of individual members of the public and of the population in general. Okay, members of the public and of the population in general. Okay, next question. In radiology department, timing are followed according to the dash. In radiology department, timing are followed according to the dash. ഇത്രയും ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റ് ചെയ്യണോ? കിട്ടിയോ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ്? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഇൻ റേഡിയോളജി, ഫസ്റ്റ് ക്വസ്റ്റ്യനോ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഒന്നുകൂടി ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ്. Then second question, expand AERB. Okay. Third question, radiology rooms are secluded that people cannot come dash meter of its outside walls. Then fourth question പറഞ്ഞ എന്താ? Install X-ray machine in the dash of the X-ray room. Install X-ray machine in the dash of the X-ray room. Okay. Then next question, radiation protection is also known as dash. Radiation protection is also known as dash. Then അടുത്തത് എന്താണ് പറഞ്ഞത്? Dash is the protection of individual members of the public. Dash is the protection of individual members of the public and of the population in general. Okay. Then next question എന്താ പറഞ്ഞേ? In radiology department, timing are followed according to the dash. In radiology department, timing are followed according to the dash. Okay. Second question ആണോ ചോദിക്കുന്നത്? Expand
expand, AERB, expand, AERB. Okay. So 7 questions alle ipo paranjathu. Then next question edikko. In radiology, windows are avoided to dash. In radiology, windows are avoided to dash. In radiology, windows are avoided to dash. എന്തിനു വേണ്ടിയിട്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, radiology, windows are avoided to dash. Okay. Then next question, expand, BARC, expand, BARC, expand, BARC. Okay. Then next question edikko. Which of the following is not included? Which of the following is not included in measures? Which of the following is not included in measures to be taken for public protection in radiology? Taken for public protection in radiology. Which of the following is not included in measures to be taken for public protection in radiology? For public protection in radiology. അതിൽ 4 ഓപ്ഷൻസ് എഴുതിക്കോ കേട്ടോ. ABCD എന്നിട്ട് 4 ഓപ്ഷൻസ് എഴുതിക്കോ. ഫസ്റ്റ് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് യൂസ് വാർണിംഗ് ബോർഡ്സ്. മുന്നറിയിപ്പ് ബോർഡുകൾ. ഓക്കെ, വാർണിംഗ് ബോർഡ്സ്. യൂസ് വാർണിംഗ് ബോർഡ്സ്. ബി എഴുതുക. ഓപ്ഷൻ ബി, യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. എ ഓപ്ഷൻ ഏതായിരുന്നു? യൂസ് വാർണിംഗ് ബോർഡ്സ്. Then B ഓപ്ഷൻ ഏതാ? യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. Then C ഓപ്ഷൻ, ഷീൽഡിംഗ് ഓഫ് patient parts. Shielding of patient parts. Okay. Then D, all of the above. D ഓപ്ഷൻ ഏതാണ്? all of the above. ഇപ്പൊ ABCD 4 ഓപ്ഷൻസ് പറഞ്ഞില്ലേ? എ ഓപ്ഷൻ എന്തായിരുന്നു? യൂസ് വാർണിംഗ് ബോർഡ്സ്. ബി ഓപ്ഷനോ? യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. Then C option, shielding of patient parts. Okay. Then D option, all of the above. Okay, all of the above. Video. Then next question, which of the following technique is safest in radiology?
Which of the following technique is safest in radiology? Which of the following technique is safest in radiology? Okay, previous question കൂടിയാണ് കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഇതായിരുന്നു: CT സ്കാൻ, A CT സ്കാൻ, B MRI സ്കാൻ, A CT സ്കാൻ, B ഏതായിരുന്നു ഓപ്ഷൻ? MRI സ്കാൻ, D അൾട്രാസൗണ്ട് ആൻഡ് D none of the above. ഏതായിരുന്നു? CT സ്കാൻ ആയിരുന്നു ഓപ്ഷൻ വന്നിരുന്നത്, B ഓപ്ഷൻ ആയിരുന്നത് MRI സ്കാൻ ആയിരുന്നു, C ഓപ്ഷൻ ആയിരുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും ആൻഡ് D ഓപ്ഷൻ ആയിരുന്നത് none of the above ആയിരുന്നു. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. ഇതിൽ മിക്കതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളോട് എഴുതാനായിട്ട് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ചാപ്റ്ററുമായിട്ട് കണക്ഷൻ വരും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത്? Occupational radiation protection means. Occupational radiation protection means. Occupational radiation protection means. Occupational radiation protection means. Options എഴുതിക്കോ, 4 ഓപ്ഷൻസ്. A option, protection of workers in radiology room. Protection of workers in radiology room. Option A എഴുതുക, protection of workers in radiology room. Protection of workers in radiology room. Then B option എഴുതുക, protection of patients in radiology room. Protection of patients in radiology room. Protection of patients in radiology room. Then C option, protection of general people. Protection of general people. Protection of general people. And D none of the above. D none of the above. The question എന്തായിരുന്നു? Occupational radiation protection means. Occupational radiation protection means. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് A ഓപ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ റേഡിയോളജി റൂം. സെക്കൻഡ് ഓപ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഇൻ റേഡിയോളജി റൂം. C ഓപ്ഷൻ ഏതായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ജനറൽ പബ്ലിക്. ആൻഡ് D ഓപ്ഷൻ നൺ ഓഫ് ദി എബവ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതൊന്ന് വീട്ടിലിരുന്ന് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? എല്ലാവർക്കും ക്ലിയർ ആയി കിട്ടിയോ? ഓക്കെ ഓക്കെ, അപ്പൊ ആൻസർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നമ്മളെ തന്നെ അല്ലെ. എന്താണ് ഡൗട്ട് മൈബ? ഓക്കെ, ലാസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ്സ് കിട്ടുമല്ലോ, ആ സമയത്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ ഒന്ന് കുറച്ച് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ, വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ 2-3 പേജൊക്കെയുള്ള ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വിടാതെ മറക്കാതെ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തെങ്കിലും കാലത്ത് നമുക്കൊരു മറന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് മറ്റുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തി എഴുതാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോ പഠിപ്പിച്ച എത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു? എത്ര ചാപ്റ്റേഴ്സാ പഠിപ്പിച്ചേ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പഠിച്ചു അല്ലെ. ദെൻ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് പഠിപ്പിച്ചു,
ബ്ലഡ് ബാങ്ക് പഠിപ്പിച്ചു ആൻഡ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലെ. 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി അടുത്തത് നെക്സ്റ്റ് 5th ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, 5th ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ ഏതാണ് ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്? ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഡയറ്ററി സർവീസസ്. ഓക്കെ, ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഡയറ്ററി എന്നൊക്കെ പറയുന്ന സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോസ്പിറ്റലിനെ പറ്റി വെച്ച് നോക്കുമ്പോൾ അല്ലെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സേവനമാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടിംഗ് സർവീസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു സേവനം അല്ലെങ്കിൽ ഡയറ്ററി എന്നുള്ളത് ഒരു വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യമായിട്ട് എത്തുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ഫുഡിനെ കുറിച്ചായിരിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടമല്ലേ അല്ലേ? ഫുഡ് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതില്? ആരും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് ഫുഡിന്റെ കാര്യങ്ങൾ അല്ലെ. ഫുഡുമായി ബന്ധപ്പെട്ട് എന്തും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ഏതൊരു സർവീസുമായി ബന്ധപ്പെട്ടതാണ്? ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഒരു സാധാ ജനറൽ ഹോസ്പിറ്റൽസിലൊന്നും അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോ കുറച്ചും കൂടി എല്ലാം കുറെ അധികം ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, ഇപ്പൊ പേഷ്യൻസ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ തന്നെ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ലേ അല്ലെ. നമ്മൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകണ്ട. ആ ഒരു പേഷ്യന്റിന് വേണ്ടതായിട്ടുള്ള എല്ലാ സകലവിധ ഫുഡുകളും ഏത് ടൈമിൽ ആ പേഷ്യൻസിന് എന്തോരം അളവിൽ ഫുഡ് വേണം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലുകാർ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയാൽ അങ്ങനെയല്ലേ, നമ്മൾ അതിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി, പേ ചെയ്താൽ മതി അല്ലെ. അതിന്റെ ഒരു പൈസ എത്രയാണോ അത് പേ ചെയ്താൽ മതി. മറിച്ച് അവരെന്ത് ചെയ്യും? അവർ ആ ഒരു പേഷ്യന്റ് എന്ത് തരത്തിലുള്ള രോഗങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യും? അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ വരെയും ഇങ്ങനെയുള്ള സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫുഡുകൾ നമ്മൾ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു പേഷ്യന്റിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? അതായത് അവരുടെ ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് മെച്ചപ്പെടുത്തി വേണം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ട് അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമുക്ക് മരുന്നുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ മെഡിസിൻസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കൂടി നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് എന്തിനേയും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഭക്ഷണ രീതികൾ അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കൂടി അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എപ്പോഴും മരുന്നുകൾ, നമ്മുടെ ഒരു രോഗം മാറണമെങ്കിൽ നമ്മൾ മരുന്നുകളോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്? ഭക്ഷണ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ വ്യക്തിയുടെയും അവരുടെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെ, രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണ് അവരുടെ രോഗാവസ്ഥ ഉള്ളത് അത് വളരെ ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവാം. അപ്പൊ അവരുടെ ഒക്കെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുഡ് അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എപ്പോഴും അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം അല്ലെ. ഫൈബർ കൂടുതൽ അടങ്ങിയതായിരിക്കണം. അതുപോലെ തന്നെ ഷുഗറിന്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം അങ്ങനെയുള്ള പേഷ്യൻസ് കഴിക്കേണ്ടത്. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും ഓരോ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവർക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതും അവരുടെ ആ ഒരു രോഗാവസ്ഥയെ കുറച്ചു കൊണ്ടുവരാൻ അല്ലെ. ഡയബറ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതിനനുസരിച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ആ ബോഡിയിലുള്ള ഡയബറ്റീസിന്റെ അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ ഷുഗറിന്റെ അളവ് എങ്ങനെയാവും? കുറയും അല്ലെ. അപ്പൊ അവർ ആ ഒരു നോർമൽ കണ്ടീഷനിലോട്ട് അവരെത്തുകയും അവർക്ക് ആ ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ എല്ലാ പേഷ്യൻസിനും ഇപ്പൊ ഒരു മേജർ സർജറീസ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത്, പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ആദ്യം കൊടുക്കേണ്ടത് അല്ലെ. അല്ലാതെ വലിയ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഓരോ രോഗികളുടെയും രോഗാവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത് അല്ലെ. അത് വഴി എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡയറ്ററി സർവീസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഈ ഡയറ്ററി സർവീസുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? നമ്മളിപ്പോ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ഡയബറ്റിക്സ് ആയവർക്കും ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ എന്താണ് ഒരു കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസോ കാര്യങ്ങളോ കഴിഞ്ഞ്
ഇരിക്കുന്നവരാണെങ്കിലും വീട്ടിൽ ചെന്ന് അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. അവരെങ്ങനെയാണ് ഫുഡ് ഫോളോ ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു ക്ലാസ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണ് അവരെ നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്നത് അല്ലെ. അപ്പൊ ഇത് എല്ലാം ചെയ്യുന്ന ആ ഒരു വിഭാഗം ഏതാണ്? ഡയറ്ററി സർവീസ് ആണ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഈ ഒരു ഡയറ്ററി സർവീസുകളാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാ ആ രോഗിയുടെ ആരോഗ്യ സ്ഥിതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അല്ലെ എല്ലാ രീതിയിലും നല്ല മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഫുഡിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഫുഡ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഡയറ്റ് പ്ലാനിങ്ങുകൾ, ഡയറ്റിന്റെ ഓരോ ഭക്ഷണക്രമങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത്, ഓരോ ദിവസം എത്ര കലോറിയാണ്, എത്രത്തോളം ഏതൊക്കെ വിഭവങ്ങളാണ്, ഫൈബർ കണ്ടന്റ് അടങ്ങിയതാണോ കഴിക്കേണ്ടത്, കൂടുതൽ വെജിറ്റബിൾസ് ആണോ ഫ്രൂട്ട്സ് ആണോ കഴിക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ അധികം ഭക്ഷണങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു ഭക്ഷണക്രമം പ്ലാൻ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് ഈ ഡയറ്ററി സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫുഡ് പ്രൊഡക്ട്സിന്റെയും എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ബെനിഫിറ്റ്സ്, അത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഡയറ്ററി സർവീസുകൾ വഴി ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യൻസിനെ വിടുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് ഇപ്പൊ നമ്മുടെ പ്രസന്റ് മോഡേൺ ഹോസ്പിറ്റൽസില് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ് ഹോസ്പിറ്റലില് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡയറ്ററി സർവീസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡയറ്ററി സർവീസസ് എന്താണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. The dietary service introduction. It's a hospital dietary service is a service that meet the needs of patients coming from outside. ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ആ ഒരു ഇതിൽ. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് തിരുത്തിയേക്കണേ, ഒന്ന് എഴുതിക്കോ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഇസ് എ സർവീസ്. ഇത് ഹോസ്പിറ്റൽ സർവീസ് തന്നെയാണ്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സേവനമാണ് അല്ലെ. ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് ആ ഇൻപേഷ്യന്റ് തൊട്ട് ന്യൂട്രീഷൻ വരെ ഒന്ന് നിങ്ങൾ വെട്ടിയേക്കാം. ഇൻപേഷ്യൻ ഗിവൺ ന്യൂട്രീഷൻ എന്നില്ലേ, ആ ഒരു രണ്ട് വേർഡ്സ് ഒന്ന് വെട്ടിയിരിക്കുക കേട്ടോ, അത് വേണ്ട. ഇൻപേഷ്യൻ ഗിവൺ ന്യൂട്രീഷൻ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അതിന് മുകളിലായിട്ട് ചെയ്താ റിഗാർഡിംഗ് ഡയറ്റ്. ഇൻപേഷ്യൻ ഗിവൺ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒന്ന് വെട്ടിയിട്ട് അതിന് മുകളിൽ എഴുതാ റിഗാർഡിംഗ് ഡയറ്റ് എന്ന് എഴുതുക. റിഗാർഡിംഗ് ഡയറ്റ്. Okay, then recommendations and food counseling based on their needs while taking their disease എന്നുള്ളത് വെട്ടുക. ഡിസീസ് എന്നുള്ളത് വെട്ടിയിട്ട് and their kind and nature into വെട്ടിയിട്ട് of diseases consideration എന്നാക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഔട്ട്സൈഡ് ഇൻപേഷ്യൻ ഗിവൺ, ഔട്ട്സൈഡ് വരെ വന്നിട്ട് ഇൻപേഷ്യൻ ഗിവൺ ന്യൂട്രീഷൻ ഇല്ലേ, ഇൻപേഷ്യൻ ഗിവൺ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വേണ്ട. അതിന് പകരം എന്താ, റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കുക. റിഗാർഡിംഗ് ഡയറ്റ്. ദെൻ നെക്സ്റ്റ് സെന്റൻസില് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ ഡിസീസ് വേണ്ട. ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ വേണ്ട. ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ ഇൻടുവിന് പകരം of diseases എന്നാക്കാം. of disease എന്നാക്കാം. of disease consideration അങ്ങനെയാക്കാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എന്താ, അതൊരു സേവനമാണ് അല്ലെ. അതായത് ആളുകൾക്ക് നമ്മുടെ പേഷ്യൻസ് ആയിട്ട് വരുന്ന രോഗികൾക്ക് നൽകുന്ന ഒരു സേവനമാണ്. ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സേവനമാണ്. എന്തിന്റെ സേവനമാണ്? ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് അല്ലെ. അവരുടെ ആവശ്യകതകള് എന്തൊക്കെയാണോ ആ പേഷ്യൻസിന്റെ ആവശ്യകതകള് നിറവേറ്റാനായിട്ട്, അതായത് പുറമേ നിന്ന് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകള് നിറവേറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു സേവനമാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയേ. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഡയറ്റ് അല്ലെ. ഡയറ്റ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നു, ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. എന്താണ്, അതായത് ഓരോ പേഷ്യൻസിന്റെയും വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗത്തിന്റെ അല്ലെ അവരുടെ ഡിസീസ് അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, തരം
എന്നാണോ കേട്ടോ. തരം എന്നാണ് കൈൻഡ്. ആ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം അല്ലെ. അപ്പൊ ഓരോ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും എന്താണ് തരം, അവരുടെ രോഗത്തിന്റെ തരം എന്താണെന്നും ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്നു. എങ്ങനെയാണ് അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൗൺസിലിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്താണെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് ഇതൊരു സേവനമാണ് അല്ലെ. അതായത് വരുന്ന പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലുകൾ നൽകുന്ന ഒരു സേവനമാണ്. എന്തിന്റെ ബേസിസിലാണ് ആ സേവനം നൽകുന്നത്? അതായത് ഓരോ രോഗിയും വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗത്തിന്റെ തരം എന്താണ്, അവരുടെ രോഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണോ അതിന്റെ നിറവേറ്റുന്ന രീതിയിലുള്ള എന്താണ് നിർദ്ദേശങ്ങളും ഫുഡ് കൗൺസിലിങ്ങുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് നമുക്ക് അറിഞ്ഞൂടെ. അതായത് ഫുഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ഒരു പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് അവർ അറിഞ്ഞിരിക്കേണ്ടത് ആ കാര്യങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ നൽകുന്നു. പിന്നെ എന്താ, കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡയറ്റ് ചാർട്ടുകൾ പ്ലാൻ ചെയ്ത് നിർമ്മിച്ച് നൽകുന്നു. എന്താ, ഹോസ്പിറ്റലിൽ ഓൾറെഡി സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഫുഡുകളും ഡ്രിങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു സേവനമാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, it is the most significant hospital supporting service assisting in the restoration of health through diets created using science. Restoration എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടെടുക്കൽ അല്ലെ. വീണ്ടെടുക്കുക എന്നുള്ളതാണ് റീസ്റ്റോറേഷന്റെ മീനിങ് കേട്ടോ. അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടെടുക്കുക. അതായത് ഹെൽത്ത്, അതായത് എന്താണ്? പൂർണ്ണ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ഹെൽത്ത് കെയർ എന്താണ് ഹെൽത്ത് ഡയറ്ററി ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്, ഹോസ്പിറ്റലിലെ ഒരു സേവനമാണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത് അല്ലെ. ശരിയല്ലേ? നമ്മുടെ ഒരു രോഗമായിട്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ ആ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റുകൾ അവരവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് എന്തും കൂടി വേണം? നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഫുഡ് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു സർവീസാണ് ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട സർവീസാണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. That educating the patients who are receiving treatment at the hospital regarding use and benefit of various foods and healthy diet. അപ്പൊ എന്താ, ഇപ്പൊ നിലവില് നമ്മുടെ പേഷ്യൻസ് നിലവില് ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്ന പേഷ്യൻസ് അല്ലെ, അവർക്ക് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റല് ഓരോ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അല്ലെ, പലതരത്തിലുള്ള ഫുഡ് വെറൈറ്റീസ് ഉണ്ട്, വേരിയസ് ഫുഡ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അവയുടെ ഓരോന്നിന്റെയും ഉപയോഗം എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുവഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഈ ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? ബോധവൽക്കരണം നടത്തുകയും ഈ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചികിത്സയിൽ ഇപ്പൊ നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ പോരുന്നതിന് മുൻപായിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം അല്ലെ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ ഇത്രയുള്ള കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. അതേസമയം നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് ചികിത്സയിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ബോധവൽക്കരണങ്ങൾ ഈ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആ ബോധവൽക്കരണ ക്ലാസ്സുകളില് അവർക്ക് ഓരോ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്, അവയുടെ ഉപയോഗം എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ
ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്തോരം പ്രയോജനങ്ങൾ ഇതുവഴി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലുള്ള എല്ലാ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും അവിടെ ചികിത്സയിൽ കഴിയുന്ന പേഷ്യൻസിന് ഈ ഡയറ്ററി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? ഒരു ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ദാറ്റ്സ് കണ്ടെയ്ൻ adequate amount of all the necessary nutrients required for healthy growth and activity. എന്താണ് ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? that contains adequate amount of all the necessary nutrients required for healthy growth and activity. എന്താണ് ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും അല്ലെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, ആൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് വളർച്ചയും പ്രവർത്തനങ്ങളും അല്ലെ. അപ്പൊ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എല്ലാ പോഷകാഹാരങ്ങളും അടങ്ങിയിട്ടുള്ള അല്ലെ, എല്ലാ പോഷകാഹാരങ്ങളും നമുക്ക് എത്രത്തോളം നമ്മുടെ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാനും എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം അല്ലെ, ഹെൽത്തി ഡയറ്റ് എന്നാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതൊരു ഇതൊരു ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഒരു പ്രാവർത്തികമാക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെ. ഇപ്പൊ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്നാണ് പറയുന്നത്? നമ്മുടെ നല്ല വളർച്ചയും നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അത്യാവശ്യം എല്ലാ അളവിലും അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമമാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെയ്ൻസ് adequate amount of all the necessary nutrients അല്ലെ, എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അളവിലുള്ള കൃത്യമായ അളവിലുള്ള എല്ലാ ന്യൂട്രിയൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. Then a nutritious diet, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. Dash is one that promotes or maintains good health. എന്താണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഡാഷ് എന്ന് ചോദിക്കാം. എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഗുഡ് ഹെൽത്തിനെ അല്ലെ, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്താണെന്ന് നോക്കിയേ. എ ന്യൂട്രീഷ്യസ് ഡയറ്റ് അല്ലെ, നമുക്കറിയാം പോഷകപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പോഷകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. അതായത് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമം എന്ന് നമുക്ക് പറയാം അല്ലെ. പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം എങ്ങനെയാണ്? ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത്. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊമോട്ട്സ് അല്ലെങ്കിൽ നല്ല ആരോഗ്യം അല്ലെ, ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ. പ്രോത്സാഹിപ്പിക്കുക. മെയിൻറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. പറയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ന്യൂട്രീഷ്യസ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു പോഷകപ്രദമായിട്ടുള്ള ഭക്ഷണക്രമം. പോഷകപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്തിനെ സഹായിക്കുന്നു എന്ന് പറയുന്നത്? നമ്മുടെ നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്രയും ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കി, ഒന്നും കൂടി നോക്കി നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ്
ഇപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്? ഡയറ്ററി സർവീസുകളെ കുറിച്ചാണ് അല്ലെ. ഡയറ്ററി സർവീസുകളില് ഹോസ്പിറ്റലിലെ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് ഒരു സേവനമാണ് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന് നൽകുന്ന ഒരു സേവനമാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഈ സേവനം നൽകുന്നത്? അതായത് ഓരോ പേഷ്യൻസിന്റെയും അവസ്ഥ, അവരുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെ, അവരുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവരുടെ രോഗം, എങ്ങനെയാണ് ആ രോഗത്തിന്റെ സ്വഭാവം എന്നുള്ളവയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഫുഡ് കൗൺസിലിങ്ങുകളും ഒക്കെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത് അല്ലെ. ദെൻ രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞത്? അതുപോലെ തന്നെ ഇതൊരു സപ്പോർട്ടിംഗ് സർവീസ് ആണ്. ഇത് എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞേ? നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ദെൻ ഇതുവഴി എന്ത് ചെയ്യുന്നു? അവിടെ നിലവിൽ ചികിത്സയിലുള്ള പേഷ്യൻസിന് അവരെന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുന്നു. എന്തിനെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങളാണ് നൽകുന്നത്? ഓരോ വിവിധ തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ, വിവിധ തരത്തിലുള്ള ഫുഡുകൾ ഉണ്ട്, അവയുടെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളതും, പിന്നെ എന്താ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ ഈ ഡയറ്ററി സർവീസുകൾ വഴി പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഹെൽത്തി ഡയറ്റ് കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് അല്ലെ, വളരെ കൃത്യമായിട്ടുള്ള അളവില് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, എല്ലാ കൃത്യമായ അളവിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു പോഷകപ്രദമായിട്ടുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത് എന്തിനെ സഹായിക്കുന്നു? നല്ല ഒരു ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കാം നമുക്കപ്പോ. അപ്പൊ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങൾ അല്ലെ. അതായത് ഈ ഡയറ്ററി സർവീസ് ഓരോ ഹോസ്പിറ്റലുകളിലും ഈ ഡയറ്ററി സർവീസുകൾ വെക്കേണ്ടതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, to provide nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. എന്താണ് നമ്മള് ഡയറ്ററി എന്ന് പറയുമ്പോൾ, നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെയും പ്രധാന ലക്ഷ്യം എന്ത് തന്നെയാണ്? എല്ലാ പേഷ്യൻസിനും അല്ലെ, അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്ന് ചോദിച്ചാല് പോഷകപ്രദമായിട്ടുള്ള, ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? രുചികരമായിട്ടുള്ള അല്ലെ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങള് എല്ലാ പേഷ്യൻസിനും കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള നല്ല ഭക്ഷണങ്ങള്, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണമെങ്കിൽ അവിടെ അവർ എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? റീറ്റെയിനിങ് എന്ന് പറയുന്നത് നിലനിർത്തുക കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്യണം. റീറ്റെയിനിങ് എന്ന് പറഞ്ഞാല് നിലനിർത്തുക. അവരവിടെ എന്ത് നിലനിർത്തണം? ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ അല്ലെ, ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെങ്കിലും, എന്ത് ഭക്ഷണമാണ് ഡെലിവർ ചെയ്യുന്നതുണ്ടെങ്കിലും എല്ലാത്തിനും എന്ത് ചെയ്യണം? ആ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡെലിവറി ചെയ്യുമ്പോഴും എപ്പോഴും അവിടെ എന്ത് ഉണ്ടാവും? ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈജീനുകൾ അല്ലെങ്കിൽ ശുചിത്വം, വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിച്ചുകൊണ്ട് വേണം എല്ലാ പേഷ്യൻസിനും ഇങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി മീൽസ് കൊടുക്കാനായിട്ട്, ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവില് വരുന്നു. ഓക്കെ,
ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താണ്? എല്ലാ പേഷ്യൻസിനും അല്ലെ, അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രോഗികൾക്കും അവർക്ക് എന്ത് ചെയ്യണം? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പോഷകപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ ഡെലീഷ്യസ് ആയിട്ടുള്ള, പോഷകപ്രദവുമായിരിക്കണം, രുചികരവുമായിരിക്കണം, ആരോഗ്യപരവുമായിട്ടുള്ള അല്ലെ, ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ആ ഭക്ഷണം ഡെലിവറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും എപ്പോഴും അത് എങ്ങനെയായിരിക്കണം? അവിടെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ ഉണ്ടായിരിക്കണം. വളരെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ എല്ലാം ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവിൽ വരുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് വരുന്നത് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. എന്താണ്? ഭക്ഷണ പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ നടത്തുക, അതിനെ വിലയിരുത്തുക. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തൽ എന്നാണ് അർത്ഥം. അത് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് അല്ലെ. ഓരോ പേഷ്യൻസിനെയും അവരുടെ ഓരോരോ പേഷ്യൻസിന്റെയും ഡിസീസ് എങ്ങനെയാണ്, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകളായിരിക്കും ഉണ്ടാക്കേണ്ടത് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണക്രമങ്ങള് അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്ലാനിങ്ങുകൾ നടത്തുക, അതിനെ വിലയിരുത്തുകയും വേണം. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഓക്കെ. തേർഡ് ഒബ്ജക്റ്റീവ് എന്താ? കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. നമുക്കറിയാം അല്ലെ, ഓരോ ഭക്ഷണ സാധനങ്ങളിലും ഇത്ര കലോറീസ് എന്നുള്ളതുണ്ട്. അപ്പൊ ഓരോ രോഗികൾക്കും, അതായത് ചിലവർക്ക് ബോഡിയിൽ കലോറീസ് എന്താ, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കലോറീസ് കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ ഭക്ഷണത്തിന്റെ അളവ് എപ്പോഴും എങ്ങനെയായിരിക്കും? കുറച്ച് ഭക്ഷണം, ഹൈ കലോറി ഉള്ള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും. ഇനി കലോറീസ് കൂടുതൽ അധികം ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ കലോറീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ഭക്ഷണത്തിന്റെയും കലോറീസ് അനുസരിച്ച്, അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ കലോറി നീഡ്സിന്, ഓരോ പേഷ്യൻസിന്റെയും കലോറി നീഡ്സ് എത്രത്തോളമാണ്, അതിനനുസരിച്ച് എന്തൊക്കെ പോഷകാഹാരങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ എത്ര കലോറീസ് ആണ് ഈ ഓരോ ഡയറ്റ് വഴി അവർക്ക് കൊടുത്തു വരുന്നത്. ആ ഒരു ഫുഡ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഭക്ഷണക്രമം അല്ലെങ്കിൽ ഒരു ഡയറ്റ് അവർ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ദിവസവും എത്ര കലോറീസ് ആണ് അവർക്ക് ഇൻടേക്ക് ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു. ദെൻ അടുത്തത് എന്താ? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതുപോലെ തന്നെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വൽ ആയിട്ട് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ്, പോഷകാഹാരങ്ങളെ കുറിച്ചുള്ള അസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ സഹായങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അതാണ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള അസിസ്റ്റന്റുകൾ ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അടുത്തത് എന്താ? OP ആൻഡ് IP. എന്താണ് OP ആൻഡ് IP? OP എന്ന് പറഞ്ഞാൽ ആരാണ്? ഔട്ട് പേഷ്യൻസ് അല്ലെ. IP എന്ന് പറഞ്ഞാലോ ഇൻ പേഷ്യൻസ് ഡയറ്റ് കൗൺസിലിങ്ങുകൾ. അതായത് ഔട്ട് പേഷ്യൻസിലുള്ള പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്കും ദെൻ ഇൻ പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്കും ഡയറ്റുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. Then അടുത്തത് എന്താ? ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാല് ഇതൊരു ആ ഡയറ്ററ്റിക്സ് ഒന്ന് എഴുതി വെച്ചോ നിങ്ങൾ. അത് ചിലപ്പോൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഡയറ്ററ്റിക്സ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ചെയ്ത അതിൽ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡയറ്ററ്റിക്സ്. എഴുതുക കേട്ടോ. ഡയറ്ററ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് നോളജ്. Is the branch of knowledge. Dietetics is the branch of knowledge concerned with branch of knowledge concerned with the diet, concerned with the diet and its effects on health. Concerned with diet and its effects
ഓൺ ഹെൽത്ത്. ഓൺ ഹെൽത്ത്. ഒന്നുകൂടി പറയാം. ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് is the branch of knowledge. Is the branch of knowledge concerned with the diet. Concerned with diet and its effects on health. And its effects on health. Okay. അപ്പൊ എന്താണ് ഡയറ്ററ്റിക്സ് എന്നൊന്ന് വായിച്ചു നോക്കിയേ. ഡയറ്ററ്റിക്സ് എന്തിനെ പറ്റിയുള്ള അറിവുകളാണ് നമുക്ക് തരുന്നത്? ഡയറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിനെ മറ്റെന്തിനെ പറ്റിയാണ്? ഈ ഡയറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരിയായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ ഫോളോ ചെയ്താൽ അതുവഴി നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെ എഫക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിവുകൾ നൽകുന്ന ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത് ഈ ഡയറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ചാണ്. അവിടെ എന്തൊക്കെയാ നമുക്ക് നോളജ് അല്ലെങ്കിൽ നോളജ് കിട്ടുന്നതെന്നാ പറഞ്ഞേ? ഡയറ്റുകളെ കുറിച്ചുള്ളതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തില് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുകൾ നൽകുന്ന ഒരു ബ്രാഞ്ചാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ഈ ഡയറ്റിക് എന്താണ് ഡയറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യക്രമം അതുകൊണ്ട് ഹെൽത്തി ഡയറ്റുകളൊക്കെ ഇങ്ങനെയുള്ളത് ഉണ്ടാക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ട്രെയിനിങ്ങുകൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതും ഏതിന്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്? ഡയറ്ററി സർവീസുകളുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി നോക്കിയേ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞത്? അതായത് അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകപ്രദമായിട്ടുള്ള രുചികരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയായിരിക്കണം അവര് അത് പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയായിരിക്കണം? പ്രൊഡക്ഷൻ നടത്തേണ്ടതും അത് ഡെലിവർ ചെയ്യേണ്ടതും വളരെ ഹൈ സ്റ്റാൻഡേർഡോട് കൂടിയ ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രോസസ്സുകളെല്ലാം ചെയ്ത് നല്ല രീതിയിലുള്ള നല്ല ശുചിത്വം പാലിച്ചുകൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം പേഷ്യൻസിന് നൽകേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞ ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുക, അതിനെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് വിലയിരുത്തുക. എന്തുകൊണ്ടാണ്? ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ആയിരിക്കും ഡയറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഏതൊക്കെ ഓരോരുത്തരുടെയും പേഷ്യൻസിന്റെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് ചില ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവാണ്. ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ? ഓരോ പേഷ്യൻസിന്റെയും കലോറി അല്ലെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കലോറി ഫുഡ്സ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എത്രത്തോളം കലോറി ഓരോ ഡയറ്റ് പ്ലാനിലും വരുന്ന ഭക്ഷണത്തിന്റെ കലോറീസ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ഏതൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ പോഷകാഹാരങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പ്ലാനുകളും നടത്തേണ്ടതുണ്ട്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ് അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യണം? അസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ സഹായങ്ങൾ പ്രദാനം ചെയ്യണം. അവർക്ക് ഏതൊക്കെ പോഷകാഹാരങ്ങളാണ് ആവശ്യം, അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കഴിച്ചാൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു, എന്താണ് അതിന്റെ ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണ്, അതുവഴി നമുക്ക് എന്തൊക്കെ ഹെൽത്തി ബെനിഫിറ്റ്സുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും സഹായങ്ങൾ ഇതിനെ പറ്റിയുള്ള അറിവുകൾ നൽകുന്നതും സഹായങ്ങൾ നൽകുന്ന ഓരോ ഇൻഡിവിജ്വലിനും സഹായങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ് എന്താ? ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ഒക്കെ എന്താ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകളൊക്കെ അല്ലെ ഡയറ്റിങ്ങിനെ പറ്റിയുള്ള ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. ആർക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ഈ ഡയറ്റുമായി
ബന്ധപ്പെട്ട അതും ആ ഡയറ്റുകൾ തമ്മിൽ ഡയറ്റും നമ്മുടെ ഹെൽത്തുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്, അപ്പൊ തമ്മിൽ ഹെൽത്തുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്, അതിനനുസരിച്ച് ഓരോ പേഷ്യൻസിനും അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും എങ്ങനെയാണ് ഡയറ്റ് പ്ലാനുകൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവിൽ പറയുന്നു. ഇത്രയും ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? ഇന്ന് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കിയേ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ. ഇന്നെടുത്ത കാര്യങ്ങൾ വരെ ഒന്ന് വായിച്ചു. ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും ആണ് നമ്മൾ വായിച്ചത് പറഞ്ഞത്. ആ രണ്ടും ഒന്ന് വേഗം വായിച്ചു നോക്കി. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. ഇതെല്ലാം നമുക്ക് സിമ്പിൾ ആണ്, ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് തന്നെ ഓർത്ത് എഴുതാനാവാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഓൾറെഡി നമുക്ക് തന്നെ മനസ്സിലായിരിക്കുന്ന അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിവിടെ സെന്റൻസ് വൈസ് ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? ആ ഒരു കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നതും. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ളതും ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയോ? ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ ക്ലിയർ ആയോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഡൗട്ട്സ് ഇല്ല? ആർക്കും ഡൗട്ട്സ് ഇല്ല? എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണോ ഡൗട്ട്സ് ഇല്ലാത്ത? ആണോ? ഓക്കെ, അപ്പോ ആരായിരുന്നു എന്നോട് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട്സ് എന്നും ചോദിച്ചിരുന്നു? ഉമൈബ അല്ലേ ചോദിച്ചത്? ഉമൈബ ഉമൈബയ്ക്ക് എന്തായിരുന്നു ഡൗട്ട് ഉള്ളത് ബ്ലഡ് ബാങ്കിനുമായി ബന്ധപ്പെട്ട്? ഉമൈബ ഡൗട്ട്സ് ഇല്ല ആർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും ആരും അനങ്ങുന്നില്ലല്ലോ. എല്ലാരും ഉറങ്ങാണോ? ക്ലിയർ ആണ്. ഓക്കെ, ഉമൈബയ്ക്ക് എന്തായിരുന്നു? എന്താണ് രാജി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഉമൈബയ്ക്കല്ലേ ഡൗട്ട് ഉണ്ടായിരുന്നത്? ഉമൈബ എന്തായിരുന്നു ഡൗട്ട്സ്? ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ഡൗട്ട്? അത് ബ്ലഡ് ബാങ്കുമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിനു. പിന്നെ ഏതാണ് ഡോണർ ഏതാണ് റിസീപ്പന്റ്, യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റിസീപ്പന്റും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ? അല്ലെങ്കിൽ വെറും യൂണിവേഴ്സൽ ഡോണർ യൂണിവേഴ്സൽ റിസീപ്പന്റ്? യൂണിവേഴ്സൽ ഡോണർ വെറും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിച്ചാൽ ആ ഗ്രൂപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും വരും. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഓ ആണ് അല്ലെ? ഓ തന്നെയാണ്. അതിന്റെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ടൈപ്പ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ആ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഓം എ ബി ആയിരിക്കും അല്ലെ? അതെ അതെ. നിങ്ങൾക്ക് ഇപ്പോ 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? ഓക്കെ, അത്രയ്ക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോ മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ തരാറില്ലേ ഓരോ ക്വസ്റ്റ്യൻസ്? അത് ഓൾറെഡി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് വരില്ല കേട്ടോ. ഓക്കെ മിസ്, ഡയറ്റ് ടിപ്സ് ഒന്ന് പറയോ? എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ആണോ? ഡയറ്റ് ടിപ്സ് ഓക്കെ എഴുതിയെടുത്തോ. is the branch of knowledge is the branch of knowledge
branch of knowledge concerned with the branch of knowledge concerned with the diet, and its effects on health. The branch of knowledge concerned with the diet and its effects on health. Clear ആയോ? കിട്ടിയോ ആരി? ഓക്കെ. കറക്ഷൻസ് ആ ഔട്ട്സൈഡ് വരെ കണ്ടോ? ഫ്രം ഔട്ട്സൈഡ് സെക്കൻഡ് പോയിന്റിലെ സെക്കൻഡ് സെന്റൻസില് എന്താണ്? ഫ്രം ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കണ്ടോ? ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ. ഓക്കെ, ആ ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത് വെട്ടുക. ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത് വെട്ടിയിട്ട് റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കുക. റിഗാർഡിംഗ് ഡയറ്റ്. ഓക്കെ, ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻസ് എന്നുള്ളത് വെട്ടിയിട്ട് റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കുക. കിട്ടിയോ അത്? അതിന് കഴിഞ്ഞ അടുത്ത സെന്റൻസ് കണ്ടോ? ബേസ്ഡ് ഓൺ ദിയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദിയർ ഡിസീസ് എന്നുള്ളത് അവിടെ ഒരു വേർഡ് വേണ്ട. ദിയർ ഡാഷ് ഡിസീസ് വേണ്ട. ഓക്കെ, ടേക്കിംഗ് ദിയർ കൈൻഡ് ആണ്. ടേക്കിംഗ് ദിയർ കൈൻഡ് ആൻഡ് നേച്ചർ. ഓക്കെ, അവിടെ ഡിസീസ് എന്നൊരു വേർഡ് വേണ്ട, വിട്ടുക. കൈൻഡ് ആൻഡ് നേച്ചർ ഇൻടു അല്ല ഓഫ് ഡിസീസ് ആക്കുക. ഇൻടു വേണ്ട, ഓഫ് ഡിസീസ് ആക്കുക. ഓക്കെ, ടേക്കിംഗ് ദിയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് എന്നാക്കുക. ടേക്കിംഗ് ദിയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് എന്നാക്കുക. കിട്ടിയോ? ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്നുള്ളത് വെട്ടിയതിനു ശേഷം റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കുക. ഞാൻ ഇവിടെ എന്താ? ടേക്കിംഗ് ദിയർ ഡിസീസ് എന്നുള്ളത് വേണ്ട. ടേക്കിംഗ് ദിയർ കൈൻഡ് ആൻഡ് നേച്ചർ ഇൻടു വെട്ടിയിട്ട് ഓഫ് ഡിസീസസ് എന്നാക്കുക. ഓഫ് ഡിസീസ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? മൈൻഡ് അപ്പ് ചെയ്തോട്ടെ എന്നാ? ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു. Thank you.